യു എസിൻ്റെ കപ്പൽ സംരക്ഷണ പദ്ധതി, അതായത് ഈ ഹോർമൂസിലൂടെ കപ്പലുകളെ സെക്യൂരിറ്റി ഒക്കെ കൊടുത്തിട്ട് പുറത്തെത്തിക്കുന്ന ആ പരിപാടിയിൽ കപ്പൽ കമ്പനികൾക്ക് ഒരു വിശ്വാസവും ഇല്ലാണ്ടായിരിക്കുന്നു. യു എസിനെ അവരാരും തന്നെ വിശ്വാസത്തിലെടുക്കാത്ത സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹോർമൂസിലിപ്പോൾ രണ്ടാമതും ഉപരോധം വന്നല്ലോ. ഈ രണ്ടാമത് ഉപരോധം വന്നപ്പോഴും അതിൻ്റെ മുന്നേയൊക്കെ യു എസിൻ്റെ ഡിസ്ട്രോയേഴ്സ്, അതേപോലെ തന്നെ യു എസിൻ്റെ നിരീക്ഷണ വിമാനങ്ങൾ, യു എസിൻ്റെ നിരീക്ഷണ ഡ്രോണുകൾ, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കി, കപ്പലുകൾക്ക് പാതയൊരുക്കി കപ്പലുകളെ പുറത്തെത്തിക്കുന്ന ഒരു കലാപരിപാടി യഥാർത്ഥത്തിൽ യു എസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇതുപോലെ തന്നെ കപ്പലുകളെ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ യു എസ് ചെയ്യുന്നുണ്ട്. പക്ഷേ യു എസിൻ്റെ ഈ സുരക്ഷാ പദ്ധതികളിൽ ഈ പറയുന്ന കപ്പൽ കമ്പനികൾക്ക് ഒന്നിനും വിശ്വാസമില്ല. ഒരാളും അത് മുഖവിലേക്ക് എടുക്കുന്നില്ല, ഒരാളും അത് വിശ്വസിച്ച് അതിലൂടെ കപ്പൽ ഓടിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ് അടക്കം കപ്പൽ കമ്പനികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലാണെന്നുണ്ടെങ്കിൽ അതിൽ ഇന്ത്യൻ ക്രൂവിനെ ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടെ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ പല രാജ്യങ്ങളും ഈ നിർദ്ദേശം കൊടുത്തു തുടങ്ങും. കാരണം എന്താ വെച്ചാൽ ഏകദേശം 13ഓളം ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ സിറ്റിസൻസിനെ കുറിച്ച് എന്തായാലും ഒരു കൺസേൺ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇനി പല രാജ്യങ്ങളും ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇനി ഈ പറയുന്ന അമേരിക്ക യുദ്ധം ചെയ്ത് ഹോർമൂസ് പിടിച്ചെടുത്താലും അതിലൂടെ കപ്പലുകൾക്ക് വിടാൻ ഇച്ചിരി പാടുണ്ടായിരിക്കും എന്നുള്ളതാണ്, പോകാൻ മടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓൾറെഡി ഈ ഇൻഷുറൻസിൻ്റെ പ്രശ്നം ഈ കമ്പനികൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ യു എസ് സുരക്ഷ ഒരുക്കി യു എസിൻ്റെ കൺട്രോളിൽ പുതിയ പാതയിലൂടെ കപ്പൽ ഓടിക്കാൻ കപ്പൽ കമ്പനികൾക്ക് ധൈര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് തേങ്ങയ്ക്കായിരിക്കും ഇവരവിടെ പോയി കിടക്കുന്നുണ്ടാവുക? എന്താ ഇവർ ആക്ച്വലി ഓഫർ ചെയ്യുന്നൊരു കാര്യം? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കപ്പൽ ഒരു ഇച്ചിരി മുന്നോട്ട് അനങ്ങി കഴിഞ്ഞാൽ IRGC നേരെ ചെന്ന് 4 ബോംബിടും. ഇതാണിപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ഞാൻ വായിക്കാം. ഹോർമൂസ് കടലിടുക്കിൽ യു എസ് സംരക്ഷണ പദ്ധതിയുടെ ഭാഗമാവാൻ മടിച്ച് കപ്പൽ കമ്പനികൾ. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കമ്പനികൾ കടുത്ത സുരക്ഷാ ആശങ്കയിലാണ്. നിലവിൽ ഹോർമൂസിൽ യു എസ് ഏർപ്പെടുത്തിയ ഉപരോധവും യു എസ് സൈന്യത്തിൻ്റെ മാർഗനിർദ്ദേശത്തോടെ നടപ്പിലാക്കിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കാനും ഭയന്ന് പല കമ്പനികളും ഇപ്പോൾ ഈ പാത ഒഴിവാക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇവരുടെ സുരക്ഷ എന്ന് പറയുന്നത് ഇപ്പം മൈൻ ഇല്ലാത്ത സ്ഥലത്തൂടെ ഓടിക്കുക, അതേപോലെ തന്നെ ഈ പറയുന്ന ഹെലികോപ്റ്ററുകളും അതേപോലെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുക, ഈ മോസ്കിറ്റോ പടയനെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. ഇത് നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം യു എസ് നിർദ്ദേശിക്കുന്ന പാതയിലൂടെ കപ്പൽ ഓടിക്കാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ ആ പാതയിലൂടെ ആ കപ്പൽ ഹോർമൂസ് കടക്കില്ല. അതിന് മുന്നേ തന്നെ അത് ബോംബിട്ട് നിർത്തിയിരിക്കും എന്നുള്ള ഒരു നിലപാട്, കടുത്ത നിലപാട് ഇറാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ കെട്ടിക്കിടന്നാലും കുഴപ്പമില്ല, കപ്പലും പോവും, അവിടെയുള്ള ആൾക്കാരും നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കപ്പൽ കമ്പനികൾക്ക് ഒരിക്കലും അത് അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല എന്നുള്ളതാണ്. ഇനി അതായത് 1968 ഒരു രൂപീകരിച്ചിട്ടുള്ള ട്രാഫിക് സെപ്പറേഷൻ സ്കീമുണ്ട്. ഈ സ്കീം വഴിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹോർമൂസിലൂടെ കപ്പലുകൾ പോകുന്നത്. എന്തിനാണ് ഇങ്ങനെ സ്കീം ഉണ്ടാക്കിയിരിക്കുന്നത്? അതായത് നാരോ ആയിട്ടുള്ള കപ്പൽ പാതകളുണ്ടാവും, നാരോ ആയിട്ടുള്ള ചെറിയ വീതിയുള്ള കപ്പലുകൾ പോകുന്ന ഇൻ്റർനാഷണലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ കപ്പലുകൾ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും വേണ്ടിയിട്ട് ഒരു ലൈനുണ്ട്. ഈ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്ക് ഒരു ബഫർ സോൺ പോലെ ഒരു സെക്യൂരിറ്റി സോണും ഉണ്ട്. ഇതിലൂടെയാണ് കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അപ്പോൾ ഈ രൂപീകരിച്ചിട്ടുള്ള ഈ പറയുന്ന ട്രാഫിക്കിലൂടെ അല്ലാതെ കപ്പൽ ഓടിച്ചു കഴിഞ്ഞാൽ അത് പണിയാണ് യഥാർത്ഥത്തിൽ. ചിലപ്പോൾ ആഴമില്ലാത്ത ഭാഗങ്ങളിൽ പോയിട്ട് കപ്പൽ ഇടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഓൾറെഡി അങ്ങനെ കപ്പൽ ഇടിച്ച് നിന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കപ്പൽ ഇടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ പാത അല്ലാതെ ഉപയോഗിക്കുന്ന സമയത്ത് ഇറാൻ്റെ ആക്രമണം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇറാൻ ഓൾറെഡി ഇത് ഹോർമൂസ് ക്ലോസ് ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഹോർമൂസ് ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ കപ്പലുകൾ അനങ്ങിയാൽ ഏത് പാതയിലൂടെ പോയി കഴിഞ്ഞാലും ഇറാൻ ആക്രമിക്കും എന്നുള്ള സ്ഥിതിവിശേഷം കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഈ ന്യൂസിൽ പറയുന്നുണ്ട്. 1968 ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി രൂപീകരിച്ച ട്രാഫിക് സെപ്പറേഷൻ സ്കീം വഴിയാണ് പതിറ്റാണ്ടുകളായി കപ്പലുകൾ ഗൾഫിലേക്ക് പ്രവേശിച്ചിരുന്നത്. എന്നാൽ ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതോടെ ഇറാൻ സേന ഈ ഭാഗത്ത് മൈനുകൾ സ്ഥാപിക്കുകയും കപ്പലുകളെ ഒമാൻ അല്ലെങ്കിൽ ഇറാൻ തീരത്തോട് ചേർന്നുള്ള ബദൽ പാതകൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ പാതയുണ്ടല്ലോ, ഈ പാത അതായത് ആഴം കൂടിയിട്ടുള്ള ഈ പാതയിൽ മൈനുകൾ വിതറിയിട്ട് ഒമാൻ്റെ തീരത്തൂടെ പോകണം അല്ലെങ്കിൽ ഇറാൻ്റെ തീരത്തൂടെ പോകണം. അത് ഏറ്റവും കൂടുതൽ ഇറാൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഇറാൻ്റെ തീരത്തൂടെ തന്നെ പോകണം എന്നുള്ളതാണ്. ആ
കപ്പലുകൾ ഇറാൻ്റെ അനുമതിയോട് കൂടെ ഇറാൻ്റെ സെക്യൂരിറ്റി കടന്നിട്ടല്ലാതെ പോയില്ല എന്നുള്ള നിർബന്ധിത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാപ്പിലേക്ക് ഇറാൻ കൊണ്ടെത്തിക്കുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് മൈനുകൾ നീക്കിയിട്ട് ഈ പറയുന്ന US ഒരുക്കുന്ന സുരക്ഷയോടുകൂടെ നിങ്ങൾക്ക് കപ്പലുകൾ ഓടിക്കാം എന്നുള്ള വാഗ്ദാനം US കൊടുത്തതും ആ വാഗ്ദാനം പുല്ല് വരെയാണ് കമ്പനികൾ ഇപ്പോൾ കൊടുക്കുന്നത്. കമ്പനികൾ അത് എടുത്തു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കമ്പനികൾക്ക് പൂർണ്ണ ബോധ്യമുള്ള സിറ്റുവേഷൻ കൂടിയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ടാങ്കറുകൾക്ക് സുരക്ഷയൊരുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് എണ്ണ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. എന്നാൽ ഈ സമീപകാലത്ത് ആ പാതയിലും കൂടെ ആക്രമണം ഉണ്ടായപ്പോൾ ഇനി അതിലൂടെയും കമ്പനികൾക്ക് കപ്പലോടിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണെന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കൻ ജയന്റ് മിലിറ്ററി മറ്റേത് മറിച്ചത് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടും ആളുകൾക്ക് ഇപ്പോൾ ഒരു വിശ്വാസവും. നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പും ചെയ്തു തരാൻ പറ്റത്തില്ല, ഞങ്ങൾ ഞങ്ങളുടെ കപ്പലുകളോട് ഇട്ടോളാം, ഇതെല്ലാം കഴിഞ്ഞ് തുറക്കുമ്പോൾ മാത്രം കപ്പലെടുത്ത് പോയിക്കോളാം എന്നുള്ള നിലപാടിലേക്ക് കമ്പനികൾ എത്തി എന്നുള്ളതാണ് പറയാനുള്ളത്.